നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയാണ്. അതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ലണ്ടനിൽ നിന്നും അബുദാബിയിലേക്കും അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കും. ലണ്ടനിൽ നിന്ന് അബുദാബിയിലേക്ക് അറൗണ്ട് 5584 കിലോമീറ്റേഴ്സ് ആണുള്ളത്. അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് 2819 കിലോമീറ്റേഴ്സ്. ഇത് കവർ ചെയ്യാൻ അറൗണ്ട് 14 hours ടൈമാണ് എടുക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ ഈ ഫ്ലൈറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചായിരിക്കും. ഈ ജേർണി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എത്തിഹാദ് എയർവേസിൻ്റെ എയർബസ് A380-800ലാണ്. ഇതൊരു ഡബിൾ ഡെക്കർ ഫ്ലൈറ്റാണ്. മാത്രമല്ല ഈ ഫ്ലൈറ്റിൽ കുറേ പ്രത്യേകതകളുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്ലാസ് ആണ് ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ്. ഇവരുടെ പ്രൈസ് റേഞ്ച് വന്നിട്ട് 38,000 മുതൽ 64,000 വരെയാണ്. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ദി എക്കണോമിക് ക്ലാസ് ആണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഹീത്രോ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഒരാൾ വെട്ടി സൈഡ് വരുമുള്ള വെട്ടി എന്ത് പറ്റി കുട്ടി വെട്ടി തള്ളാൻ പറ്റില്ലേ? നമ്മുടെ വെയിറ്റ് കൂടിയിരിക്കുകയാണ് ബാഗിൻ്റെ. അപ്പോൾ നമ്മൾ അത് കുറയ്ക്കാനുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചെക്ക് ഇൻ ഒക്കെ കഴിയായി. നമ്മൾ ബാഗേജ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ സ്ട്രൈറ്റ് ടു ദ ഗേറ്റ്. അപ്പം വലിയ സെക്യൂരിറ്റി ചെക്ക് ഇൻ പരിപാടിയൊക്കെ ഇങ്ങനെ നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡ്യൂട്ടി ഫ്രീ ആദ്യം എന്തെങ്കിലും കൂടെ ഒക്കെ ചുറ്റിയൊന്നും കറങ്ങി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. സമയത്ത് എന്താ ഇവിടെ വീടെടുക്കാം. ചോക്ലേറ്റ് അപ്പി പോവാം. ആണോ? ശരിക്കും ഈ കാണിച്ചു കൊടുക്കാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. അതുപോലെ ഇപ്പുറത്തുണ്ട് ഗ്ലിഫിൻ ചോദാണോ? ഗ്ലിഫിൻ സ്വയം നന്നാവുകയില്ല, ബാക്കിയുള്ളവർ നന്നാക്കാനില്ല. 200 pounds. ഫ്ലൈറ്റ് 5 minutes ലേറ്റ് ആണ്. അല്ല, ഇപ്പൊ 5 minutes ആയിട്ടേയുള്ളൂ ലേറ്റ് ആയിട്ട്. ഇനി എത്രയാവും നമുക്ക് കണ്ടറിയാം. നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി. നമ്മൾ വിൻഡോയിൽ നിന്ന് വളരെ ദൂരത്താണ്. അതുകൊണ്ട് ഞങ്ങൾ ഭൂമിയുടെ ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ സ്ക്രീനിൽ ഞങ്ങളതിലൂടെ കാണാം. വിൻഡോ സീറ്റിൽ കാണുന്ന എല്ലാ കാഴ്ചയും അതുപോലെ കാണാം. വേറെ വഴിയില്ല ഗൈസ്.
lamb with the rice. And it. Nice, nice. How is it? I'm satisfied. अरे वाह. तेरी आंखों की खजाने में छिपा था मुसाफिर का दरिया और तेरे दिल के खजाने में वो दरिया का नमक. يرجى من حضرات ركاب طائرة طيران الإمارات رحلة رقم 123 والمتوجهة إلى لندن هيثرو الرجاء التوجه إلى الطائرة من خلال البوابة رقم 4. How was your flightiness? കിളി പോയിരിക്കും കിളി Delivery? ഏതാ വിളിച്ചറിയാം? കേട്ടില്ല. ആളിനിയും വിളിക്കല്ല, അപ്പം പോവാം. 22 to 14. ഫോട്ടോ ഓൾറെഡി വിളിച്ചു. ബോർഡിംഗ് 22 to 14. അല്ല എയർപോർട്ടിലെ ആ ഈ സെറ്റപ്പ് ചെയ്തല്ലേ ഗൈസ്. നമുക്കങ്ങനെ വീണ്ടും വിൻഡോ സീറ്റ് ഇല്ല. ഇപ്രാവശ്യം വിൻഡോ സീറ്റിലല്ല നമ്മളിരിക്കും. അതെന്തോ ഞാൻ പ്രശസ്തി യൂട്യൂബിലൂടെ ഒരു ഫ്ലൈറ്റിൽ കൊള്ളാവുന്ന പകുതി ആൾക്കാരുണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണം ഗൈസ്. ഭാവിയിൽ നമ്മൾ മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോൾ ഇതൊക്കെ അവർ മാറ്റി. ലണ്ടനിൽ വരുന്നവരെ ഞാൻ പറയാം അതെ അതെ ശരിയൊക്കെ അതെ, ഞാൻ അവിടെ പോയിട്ട് അവൻ ചോദിച്ചപ്പോൾ ഇതില്ല അതിലുണ്ടോ അങ്ങനെ അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ നമ്മൾ കയറിയപ്പോഴാണ് നമ്മൾ സത്യം മനസ്സിലാക്കിയത് ഇതിനകത്ത് എൻ്റർടൈൻമെൻ്റ് ഒരു വഴിയില്ല. ജസ്റ്റ് ഒരു പെട്ടിക്കട ഇരുതും ഒരു ചാർജർ പൊട്ടി ആശാരി ചച്ചാരി നമ്മളെ പറ്റിച്ച ആശാരി വിൻഡോ സീറ്റും ഇല്ല ഇതുമില്ല. ഓ മൈ ഗോഡ്, എയർബസ് A321-200. എന്താണ് സംഭവം പറ. തേങ്ങാച്ചോറല്ലേ? തേങ്ങാച്ചോറും പേരും കൈമാറ്റും.
തന്നെയാണ്. പക്ഷേ നമ്മുടെ A320 A320 അബുദാബി കൊച്ചിയിൽ വന്നപ്പോൾ ഈ സാധനത്തിൻ്റെ ലുക്കൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ഇതെന്താ സാധനം എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അത് കഴിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ്. ബട്ട് ഇതിൻ്റെ പേരെന്താ അറിയില്ല. നിങ്ങൾക്കൊരു പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. വന്നപ്പോഴേക്കും വലിയ തക്കാളി കട്ട് ചെയ്തിട്ടിരിക്കുന്നു. കുക്കുമ്പർ വലിയ വലിയ കഷ്ണങ്ങളായി. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന സീറ്റിലൊരു ബാർകോഡ് കണ്ടത്. ഞങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എന്തായിരുന്നു, നമ്മൾക്ക് ലണ്ടൻ ഫ്ലൈറ്റിൽ കിട്ടിയ കംപ്ലീറ്റ് സിസ്റ്റം നമ്മുടെ മൊബൈലിൽ കിട്ടി. പിന്നെ പടം കാണാനോ ഗെയിം കളിക്കാനോ മാഗസീൻ വായിക്കാനോ എന്തും മൊബൈൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് പടവും കാര്യങ്ങളൊക്കെ കണ്ട് സെറ്റാക്കി. ക്യാപ്റ്റന് ബ്രേക്ക് കിട്ടിയില്ല. നമ്മൾ കൊച്ചി നമുക്ക് ഫ്രണ്ടിലോട്ട് വാടാ. ഞാനിപ്പോൾ ചെല്ലുന്നത് ഒരു പഴയ ഫിലിം ക്യാമറയിൽ ചെന്ന് പതിയാൻ പോകുന്ന ഒരു ചിത്രത്തിലേക്കല്ല. കഴിഞ്ഞ ഒരുപാട് നാളുകളായി ഞാൻ കാണുന്ന എൻ്റെ സ്വപ്നത്തിലേക്കാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വപ്നം, എൻ്റെ സ്വർഗരാജ്യം. തീർന്നു, ശരി കൂടെ ഉള്ളു. വീട്ടുകാരെ കാണാതെ വിഷമിച്ചിരിക്കണ നമ്മുടെ സ്വന്തം അത്ഭുതപ്പെട്ടിരിക്കുന്നു. ഇതേപോലെ ചട്ടത്തിരിക്കാണെങ്കിൽ നമ്മൾ രണ്ടിലെത്തിയപ്പോൾ ആരാ ഇങ്ങനെ എവിടെ പറയുന്നു. ഇതൊന്നുമില്ലേ നാടോന്ന് വിചാരിക്കല്ലേ. Thanks. Love you. Forever.